ഗുരുവായൂർ ദേവസ്വത്തിലെ ആനമുത്തശ്ശി നന്ദിനി ചെരിഞ്ഞു. പാദരോഗം മൂർച്ഛിച്ച് തളർന്നു വീണ് 1 മാസത്തിലധികമായി കിടപ്പിലായിരുന്നു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:45 ഗജമുത്തശ്ശിയുടെ അന്ത്യം. ദേവസ്വം 1960 ജനനത്തീയതി രേഖപ്പെടുത്തിയത് പ്രകാരം 65 വയസ്സാണ് കണക്കാക്കുന്നത്. 4ാമത്തെ വയസ്സിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തപ്പെട്ടത്. 1964 മെയ് 9 നിലമ്പൂർ സ്വദേശി പള്ളിയാലിൽ നാരായണൻ നായരാണ് നന്ദിനിയെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. ആനത്താവളം നിലവിൽ വരുന്ന സമയത്ത് കൊണ്ടുവന്ന 22 ആനകളിൽ നന്ദിനിയും ഉണ്ടായിരുന്നു. കുട്ടിപ്രായം മുതലേ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്നുവന്നിരുന്ന പള്ളിവേട്ട 6-8 ദിവസങ്ങളിൽ തിടമ്പേറ്റിയിരുന്നത് നന്ദിനിയായിരുന്നു. പരിസര പ്രദേശങ്ങളിലെ അർദ്ധനാരീശ്വര ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പുകളിലും സജീവമായിരുന്നു. പാദരോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് 3 വർഷമായി നന്ദിനി ആനത്താവളം വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. പാദരോഗത്തെ പ്രതിരോധിക്കാനായി 4 വർഷം മുമ്പ് കെട്ടുന്തറയിൽ റബ്ബർ മെത്ത വിരിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള 6-8 ദിവസമായ മാർച്ച് 19 നന്ദിനി തളർന്നു വീണത്. തുടർന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ചികിത്സ നൽകി വരികയായിരുന്നു. പലതവണ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്താൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ആഴ്ചകളായി തീറ്റ എടുത്തിരുന്നില്ല. നന്ദിനിയുടെ വിയോഗവാർത്തയറിഞ്ഞ് ആരാധകർ ഒഴുകിയെത്തി. ഗുരുവായൂരപ്പന് ചാർത്തിയ മഞ്ഞപ്പട്ട് പുതപ്പിച്ച ശേഷം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ചേർന്ന് പുഷ്പചക്രം സമർപ്പിച്ചു. ജഡം ലോറിയിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോയി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഞായറാഴ്ച രാവിലെ കോടനാട് വനത്തിൽ സംസ്കരിക്കും. നന്ദിനിയുടെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 37 കുറഞ്ഞു. TC വിനോസ്, ഗുരുവായൂർ.